ഹലോ നമസ്കാരം. സിൻസിയർ ഫാഷൻ ആൻഡ് ബ്യൂട്ടി ഹബിലേക്ക് സ്വാഗതം. ഞാൻ പ്രീത ധനപാൽ. കഴിഞ്ഞ ദിവസം പറഞ്ഞതുപോലെ തന്നെ അഫർമേഷൻസിനെ കുറിച്ച് ഞാൻ നിങ്ങൾക്ക് ഒരു വീഡിയോ ചെയ്യാമെന്ന് വിചാരിച്ചു. അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ ചെയ്തപ്പോഴത്തേക്കും ഒന്ന് രണ്ട് പേര് കടബാധ്യതകൾ തീരാനായിട്ട് എന്താണ് എളുപ്പ വഴി എന്നുള്ള രീതിയിലൊക്കെ ചോദിച്ചു. അപ്പോൾ നമുക്കതിന് പറഞ്ഞു കൊടുക്കാൻ പറ്റുന്ന കുറച്ച് കാര്യങ്ങളുണ്ട്. അത് നമ്മൾ ഫോളോ ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല നല്ല വ്യത്യാസം നമ്മുടെ ജീവിതത്തിലുണ്ടാകും. നിങ്ങൾക്കിപ്പം പണയത്തിലിരിക്കുന്ന സ്വർണം തിരിച്ചെടുക്കാനുള്ള ബുദ്ധിമുട്ടുകളോ അതുപോലെ തന്നെ ആരോടെങ്കിലും കടം വാങ്ങിച്ചിട്ടുണ്ടെങ്കിൽ ആ കടം തിരിച്ചടക്കാനായിട്ടുള്ള ബുദ്ധിമുട്ടുകളോ, നമ്മുടെ കയ്യിൽ പൈസ വന്നാലും ചിലപ്പോൾ നമുക്ക് തിരിച്ചടക്കാൻ പറ്റാറില്ല, വേറെ എന്തെങ്കിലും കാര്യങ്ങൾക്കായി പൈസ നമ്മുടെ കയ്യിൽ നിന്ന് ചിലവാകുന്നുണ്ട്. പക്ഷേ ധാരാളം നമ്മുടെ വീട്ടിൽ വരുമാനം വരുന്നുണ്ട്. നമ്മൾ ഒരു മാസം എടുത്ത് നോക്കിയാൽ സാധാരണ ഉള്ളതിൽ കൂടുതൽ വരുമാനം നമ്മുടെ വീട്ടിൽ വരുന്നുണ്ട്. പക്ഷേ നമുക്ക് ഒരു കാരണവശാലും മിച്ചം വയ്ക്കാനോ അല്ലെങ്കിൽ നമ്മുടെ കടബാധ്യതകൾ തീർക്കാനോ ഒന്നും നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. നമ്മൾ പല കാര്യങ്ങളും കൊണ്ട് നമ്മളിങ്ങനെ ആലോചിക്കും, എന്ത് കാരണം കൊണ്ടായിരിക്കും നമുക്ക് ഇങ്ങനെയൊക്കെ സംഭവിക്കുന്നത്, നമ്മളെന്താ ഇങ്ങനെ എല്ലാ ദിവസവും ഇങ്ങനെ തന്നെയാണല്ലോ, ഒരു മാസം അല്ല 2 മാസം കഴിയുമ്പോഴൊക്കെ നമുക്ക് ഈ കടങ്ങളിങ്ങനെ വീട്ടാൻ പറ്റാത്തൊരവസ്ഥയാണല്ലോ, നമുക്ക് എന്താ ഇത് ചെയ്യാൻ പറ്റാത്തത് എന്ന് നമ്മളിങ്ങനെ വിചാരിക്കും. പക്ഷെ നമ്മളെ കൊണ്ട് പറ്റുമെന്ന് ഞാൻ പറയണതിൻ്റെ ഒരു കാരണം എന്ന് പറഞ്ഞാൽ നമ്മൾ ചിന്തിക്കാത്തത് കൊണ്ടാണ്. നമ്മൾ എന്താണോ നമ്മുടെ കയ്യിൽ വരുമാനം വരുമ്പോഴൊന്നും നമ്മൾ പൈസ കിട്ടി അപ്പം തന്നെ നമ്മൾ ഒരു പർച്ചേസിന് പോയി ഉടനെ തന്നെ നമ്മളിപ്പോൾ ഒരു സൂപ്പർ മാർക്കറ്റിലേക്കാണ് പോകണമെങ്കിൽ നമ്മൾ അവിടെ നിന്ന് ബാഗ് എടുത്ത് നടന്ന് ആ ബാസ്ക്കറ്റിലേക്ക് നമുക്ക് ആവശ്യമുള്ളതോ ആവശ്യമില്ലാത്തതോ ഒക്കെ നമ്മളിങ്ങനെ വാരി നിറച്ചിടും. അതൊക്കെ നമ്മുടെ ജീവിതത്തിൽ വലിയ പരാജയമാണ്. നമ്മളെപ്പോഴും ഒന്ന് തിങ്ക് ചെയ്യണം, നമുക്കിതൊക്കെ ആവശ്യമുള്ള സാധനങ്ങളാണോ എന്ന് നമ്മളെപ്പോഴും ഒന്ന് ചിന്തിച്ചിട്ട് മാത്രമേ ഉള്ളൂ നമ്മൾ വാങ്ങിക്കാവുള്ളൂ. കാണുമ്പോൾ ഒരു അട്രാക്ഷന് വേണ്ടിയിട്ടാണ് സൂപ്പർ മാർക്കറ്റുകളിൽ എന്തിനാണ് ഇങ്ങനെ ഓരോന്ന് നിരത്തി വെച്ചിരിക്കുന്നത്. നമ്മുടെ കണ്ണ് ചെന്ന് ഉടക്കുന്നത് അതിലായിരിക്കും. അപ്പോൾ ആ കാണുന്നൊരു ഭംഗി അത് കാണുമ്പോൾ വിചാരിക്കും ഇത് ആവശ്യമാണല്ലോ എന്ന് വിചാരിച്ച് നമ്മൾ മേടിക്കും. പക്ഷേ നമ്മൾ ആ സാധനം ഒരു മാസം മേടിച്ച് വെച്ച് കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ആ മാസമോ അടുത്ത മാസമോ അതിൻ്റെ പിന്നത്തെ മാസം ഒന്നും നമ്മളത് തൊട്ടിട്ടുണ്ടാവില്ല. നമുക്ക് വേറെ കുറേ കാര്യങ്ങളാണ് നമ്മുടെ ജീവിതത്തിൽ, ഒത്തിരി കാര്യങ്ങൾ നമുക്ക് ചെയ്യാനുണ്ട്. അപ്പം നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചെന്നാൽ ഞാൻ പറഞ്ഞു തരാം. നമ്മൾ വീട്ടിൽ ദിനം പ്രതി ഓരോ ദിവസവും നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ ഇതുകൂടി ഉൾപ്പെടുത്തുക. അപ്പം അതെന്താണ്, എങ്ങനെയാണ് അത് ചെയ്യേണ്ടതെന്ന് ഞാൻ നമ്മുടെ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. യൂട്യൂബിലുള്ള വീഡിയോയിൽ ഞാൻ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾ ആ വീഡിയോ ഒന്ന് കാണാൻ ശ്രമിക്കണേ. അപ്പോൾ വിശദീകരിച്ചുള്ള വീഡിയോ യൂട്യൂബിലുണ്ട്, നിങ്ങൾ കാണണം കേട്ടോ. ഓക്കെ, ബൈ.